സർവജ്ഞനെ കാര്യമായ ഭാഗത്ത്, രാജ്യത്തിൻ്റെ പ്രതിസന്ധി നിറഞ്ഞ ഭാഗത്ത് ഈ സർവജ്ഞൻ്റെ ഉപദേശം ഏകാധിപതികളായ അല്ലെങ്കിൽ സ്വേച്ഛാധിപതികളായ രാജാക്കന്മാർ പരിഗണിക്കുകയില്ല. ചോദിച്ചിട്ട് തള്ളിക്കളയും, സ്വീകരിക്കില്ല. കാരണം ഈ പാഞ്ചാലിയെ അന്തഃപുരത്തിൽ നിന്ന് വസ്ത്രാക്ഷേപം ചെയ്യാൻ പിടിച്ചുകൊണ്ടുവരാൻ ആദ്യം നിയോഗിച്ചത് ആരെയാണെന്നറിയാമോ? ദുര്യോധനൻ, വിതുരരെയാണ്. അതാണ് ജ്ഞാനത്തിന് കൊടുത്ത ഭരണാധികാരി ജ്ഞാനത്തിന് കൊടുക്കുന്ന സമ്മാനമാണത്. ഇന്നും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ഏത് ജ്ഞാനിയെ വകവയ്ക്കും ഒരു ഭരണാധികാരി? കാരണം ഭരണാധികാരിക്ക് എപ്പോഴും ജ്ഞാനിയോട് ഒരു അസൂയ ഉണ്ടാകും. കാരണം അവനറിയാം എനിക്ക് യാതൊരു വിവരമില്ലെന്ന്. പക്ഷേ ഈ ഒരു രാജ്യത്തിൻ്റെ എല്ലാ മർദ്ദനോപകരണങ്ങളും തൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന അഹന്തയാണ്. ഇവൻ വലിയ ആളാണെന്ന് അറിയാം. അപ്പോൾ അവനെ കൊച്ചാക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം കൊച്ചാക്കിക്കൊണ്ടിരിക്കും. ചൂതുകളിക്ക് ക്ഷണിക്കാൻ ധർമ്മപുത്രരെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ചൂതുകളിക്ക് ഹസ്തിനാപുരിയിലേക്ക് ക്ഷണിക്കാൻ പറഞ്ഞയച്ചത് ആരെയാണ്? വിതുരരെയാണ്. അങ്ങനെ പറഞ്ഞയക്കാവുന്ന ആളല്ല അദ്ദേഹം. ഒന്ന് ഇളയച്ചനാണ്, കൊട്ടാരത്തിൽ വലിയ സ്ഥാനമുണ്ട്, മന്ത്രിയാണ്. പാണ്ഡു ഇദ്ദേഹത്തെ മന്ത്രിയായി നിയമിച്ചിട്ടുണ്ട്. യഥാർത്ഥ രാജാവ് പാണ്ഡുവായിരുന്നു. മന്ത്രിയാണ്, ഇളയച്ചനാണ്, സർവജ്ഞനാണ്. ഏത് പ്രശ്നത്തിനും പരിഹാരം ചോദിച്ചെന്നാൽ ധാർമ്മികമായ പരിഹാരം ഉടൻ പറയും, ആലോചിക്കേണ്ട. അത്ര സുനിശ്ചിതമാണ് അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ. ആലോചിക്കേണ്ടതില്ല. അത്രയ്ക്ക് സജ്ജമായിരിക്കുകയാണ്. എപ്പോഴും ഉപദേശത്തിന് സജ്ജനായിരിക്കുകയാണ്. വെറുതെ നാം ധരിക്കുന്നത് പോലെയുള്ള വെറുതെ ഉപദേശം കൊടുക്കുന്ന ആളല്ല അദ്ദേഹം. അദ്ദേഹത്തെയാണ് തൻ്റെ ഭൃത്യനായിട്ട്, ഭൃത്യൻ എന്ന് വെച്ചാൽ ഭരിക്കപ്പെടുന്നവനാണ്, അതാണ് ഭൃത്യൻ. ഭരിക്കപ്പെടുന്നവൻ ഭൃത്യൻ, ഭരിക്കുന്നവൻ ഭർത്താവ്, ഭരിക്കപ്പെടുന്നവൾ ഭാര്യ, ഇങ്ങനെയൊക്കെ വരുന്നത്. ഒരേ റൂട്ടാണിതെല്ലാം, ഒരേ പദത്തിൻ്റെ ധാതുപദങ്ങളാണ്. 900 മക്കളുണ്ടാകും ആ ധാതുവിൽ നിന്ന്. ഭൃധാതു, ഭൃഞ്ഞ എന്നാണ് ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി പറയുന്നത്. ഈ ഭൃധാതുവിൽ നിന്ന് 900 മക്കളുണ്ടാകും. 901 ഉണ്ടാകില്ല. അപ്പോൾ ഈ വിതുരരെയാണ് ദുര്യോധനൻ പറഞ്ഞയക്കുന്നത്. ഇത് ജ്ഞാനത്തെ അപഹസിക്കുകയാണ്. ജ്ഞാനം അധികാരത്തിൻ്റെ കീഴിലാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് മറ്റുള്ളവർക്ക്. ജ്ഞാനികളൊക്കെ സൂക്ഷിച്ചിരുന്നോ എന്നാണ് എൻ്റെ അർത്ഥം. നിൻ്റെ ജ്ഞാനത്തിനൊന്നും ഇവിടെ കാര്യമില്ല. ഇവിടെ അധികാരമാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഭരിക്കുന്നവൻ്റെ കയ്യിലാണ് രാജ്യം ഇരിക്കുന്നത്. ഭരിക്കുന്നവനാണ് തീരുമാനിക്കേണ്ടത്. ജ്ഞാനമൊക്കെ വെറുതെ അനാവശ്യമായ ഭാരിച്ച ഭാഷാപ്രയോഗങ്ങൾ എന്നതിൽ കവിഞ്ഞ് അതിനർത്ഥമില്ല എന്ന ചിന്തയായിരുന്നു ദുര്യോധനന്. അത് അദ്ദേഹം തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട്. എല്ലാവർക്കും അനുഭവിക്കേണ്ടി വന്നത്, ഭീഷ്മർക്ക് പോലും. അപ്പോൾ സർവലക്ഷണ സമ്പൂർണനും സർവജ്ഞനുമായ പുത്രൻ ജനിച്ചു എന്നത് വസ്തുതയാണെങ്കിലും അദ്ദേഹത്തിന് രാജ്യഭരണം സാധ്യമായില്ല. ഇപ്പോൾ 2ാം ലോകമഹായുദ്ധകാലത്ത് റസലായിരുന്നു ജർമ്മനിയുടെ ഭരണാധികാരി എന്ന് വയ്ക്കുക. ഹിറ്റ്ലറിന് പകരം യുദ്ധം നടക്കില്ല, അദ്ദേഹം യുദ്ധം വേണ്ടെന്ന് പറയും. ഇപ്പോൾ ജ്ഞാനികൾ വന്നാലുള്ള കുഴപ്പം ഇതാണ്. ജ്ഞാനികൾ വന്നാൽ നാട്ടിൽ ഒരു തരത്തിലുമുള്ള ഉച്ചനീചത്വങ്ങൾ നടക്കാൻ അവർ സമ്മതിക്കുകയില്ല, അഥവാ അധികാരം ഏറ്റെടുക്കുകയില്ല. ഇപ്പോൾ ഗാന്ധിജി അധികാരം ഏറ്റെടുത്തില്ലല്ലോ. എവിടെയും, ലോകത്തിലെവിടെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകനാണ് പിന്നീടത്തെ ഗവൺമെൻറ്റിൻ്റെ നായകനായി വന്നിട്ടുള്ളത്. ഇവിടെ മാത്രമാണ് നേരെ മറിച്ച് വന്നത്. നായകൻ്റെ അസിസ്റ്റൻ്റ് ഭരണാധികാരിയായി വന്ന സംഭവം ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ഗാന്ധിജി ഏതാണ്ട് ജ്ഞാനിയുടെ അവസ്ഥയിലിരിക്കുന്ന ആളാണ്, സന്യാസിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അധികാരം ഏറ്റെടുക്കാമായിരുന്നു. ആരെങ്കിലും തർക്കിക്കുമോ അദ്ദേഹത്തിന് അധികാരം കൊടുക്കില്ല എന്ന് പറയുമോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുമോ ആർക്കെങ്കിലും? നെഹ്റുവിന് പോലും ഒന്നും മിണ്ടാൻ നോക്കില്ല, ഏറ്റെടുത്തില്ല. ഒന്നുകിൽ ഏറ്റെടുക്കില്ല, അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ സന്ദർഭമുണ്ടാക്കില്ല. എന്താണ്, കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകും. പിന്നെ മറ്റൊന്നുണ്ട് ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം. ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ശിക്ഷിക്കേണ്ട അനേകം സന്ദർഭങ്ങൾ വരും. ചിലപ്പോൾ ശിക്ഷ തെറ്റുമായിരിക്കും. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ കൊടുക്കേണ്ടി വരും. കള്ളത്തെളിവുകളായിരിക്കും. പക്ഷേ കള്ളത്തെളിവുകളാണെങ്കിലും ആ കള്ളത്തെളിവുകൾ ശരിയായ തെളിവുകളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാൽ ശിക്ഷ കൊടുക്കേണ്ടി വരും. ഇതൊരു ദാർശനികൻ്റെ ജോലിയല്ല ആരെയും ശിക്ഷിക്കാമെന്ന്. ദാർശനികൻ്റെ രീതി, ജ്ഞാനിയുടെ രീതി മാപ്പ് കൊടുക്കുക എന്നാണ്. അതുകൊണ്ടും അവർക്ക് സ്വയം ഭരണത്തിൽ താല്പര്യമില്ലാത്തതിനും